അന്താരാഷ്ട്ര തലത്തിൽ നിന്നും ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇറാൻ അവരുടെ പ്രതിരോധ സംവിധാനമായ മാജിദ് എന്നറിയപ്പെടുന്ന സിസ്റ്റം അർമേനിയക്ക് കൈമാറിയിരിക്കുകയാണ്. അർമേനിയയിലേക്ക് ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ കയറ്റുമതി ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇതിൽ നിന്ന് ലോകം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇറാന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കയറ്റുമതി ചെയ്യാൻ മാത്രം ഇപ്പോഴും അവരുടെ കയ്യിൽ ധാരാളം സ്റ്റോക്കുകൾ ഉണ്ട് എന്നാണ്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ ഒരു പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഇറാന് കൂടുതൽ ആയുധങ്ങൾ ആവശ്യമാകുന്ന ഘട്ടത്തിൽ, പ്രത്യേകിച്ച് പ്രതിരോധ സംവിധാനങ്ങളുടെ കൂടുതൽ ആവശ്യകത ഉള്ള ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇറാന് ഈ പ്രതിരോധ സംവിധാനങ്ങൾ മറ്റൊരു രാഷ്ട്രത്തിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ്. എന്നാൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകളെല്ലാം പച്ചക്കള്ളമാണ്, അല്ലെങ്കിൽ അതൊന്നും കൃത്യമല്ല എന്ന സൂചനയാണ് ഇതിലൂടെയെല്ലാം ലോകം മനസ്സിലാക്കുന്നത്. മാജിദ് എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനമാണ് അമേരിക്കയുടെ F-35 യുദ്ധവിമാനത്തെ തകർത്തത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. കാരണം ഇതൊരു സാധാരണ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചല്ല ഈ യുദ്ധവിമാനങ്ങളെ ഡിറ്റക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് തെർമൽ ക്യാമറ, തെർമൽ ഇമേജിംഗ് സംവിധാനങ്ങളിലൂടെ, IR സംവിധാനങ്ങളിലൂടെയാണ് മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങളെ മനസ്സിലാക്കുന്നത്. യുദ്ധവിമാനങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ജെറ്റ് എഞ്ചിനുകളെ മനസ്സിലാക്കാനാണ് ഈ തെർമൽ ഇമേജിംഗ് സംവിധാനത്തിലൂടെ ഈ മാജിദ് എന്നറിയപ്പെടുന്ന സംവിധാനത്തിന് സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ പോലും തകർക്കാൻ കഴിയുമെന്നാണ് ഇറാൻ തെളിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിരോധ സംവിധാനങ്ങൾ കയറ്റുമതി ചെയ്യാൻ മാത്രം വലിയ സ്റ്റോക്ക് ഇറാന്റെ കയ്യിൽ ഉണ്ട് എന്നത് ഇസ്രയേലിനെയും അമേരിക്കയെയും ഞെട്ടിക്കുന്ന വസ്തുതയാണ്. എന്തായാലും അമേരിക്കയോടും ഇസ്രയേലിനോടും ദീർഘകാലം യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങളും വെടിക്കോപ്പുകളും ഇറാന്റെ കയ്യിൽ യഥേഷ്ടം ഉണ്ട് എന്നാണ് ഈ വാർത്തകളെല്ലാം സൂചന നൽകുന്നത്.